അതേടോ എല്ലാ കേക്ക്സിനൊന്നും നമുക്ക് നല്ല റിവ്യൂ ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബാഡ് റിവ്യൂ കിട്ടിയ കേക്കായിരുന്നു ഇത്. ഇതെൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആയിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 kg റെഡ് വെൽവെറ്റ്, അതുപോലെ തന്നെ ഫോട്ടോ പ്രിൻറ്റ് വേണം, എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് വേണം. ഇത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ അവരോടൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് വെക്കുന്ന ടൈമിൽ പിന്നെ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്താൽ തന്നെ നമുക്ക് കാര്യം കഴിഞ്ഞു. അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. ഞാൻ ഇത് ബോർഡർ കൊടുത്തതിന് ശേഷം ആനിവേഴ്സറി കേക്കാണല്ലോ, അപ്പോൾ എന്തായാലും കളർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ബോർഡർ ഞാൻ റെഡ് കളറിലാണ് കേട്ടോ, മാജിക് റെഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് കൊണ്ടുപോയിട്ട് അവർ എനിക്ക് അതിന് ശേഷം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിമേൽ ചെയ്തിട്ടുള്ള ഡെക്കറേഷനിലത്തെ റെഡ് കയ്യിലും വായിലൊക്കെ ആയിട്ട് തീരെ പോണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ അപ്പോഴാണ് സത്യത്തിൽ ആ ഒരു കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാനൊരു ചെറിയ പോർഷൻ, ഒരു ചെറിയ ഭാഗമല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം എനിക്കൊരു സ്പൈഡർമാൻ്റെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ട് നമ്മളെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ അവർക്ക് ആ കേക്ക് സ്പൈഡർമാൻ്റെ ആയതുകൊണ്ട് തന്നെ അത് ഫുള്ള് റെഡ്, ആ കേക്ക് 1 kg ഫുള്ള് ആ റെഡ് കേക്കിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും റെഡ് കൊടുക്കണം, നമ്മൾക്ക് വൈറ്റ് കേക്കിൽ റെഡ് സ്പൈഡർമാൻ്റെ പിക്ചർ വെച്ചാൽ പോലെ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് വേണ്ട, അപ്പോൾ അതിൻ്റെ ഭംഗി പോയില്ലേ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊണ്ടുപോയി ആ കേക്കിന് അവർ യാതൊരു കംപ്ലൈൻറ്റും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഇതെൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഞാനിവരോട് പറയാതെ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ജസ്റ്റ് വൈറ്റ് ക്രീമിൽ തന്നെ ആ ബോർഡർ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഫുള്ള് റെഡ് പുറമേ കൊടുത്തിട്ടുണ്ടായത്. ഇത് വന്നിട്ട് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നേ. നമ്മളെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്, നമ്മളടുത്ത് മുന്നേ പോയിട്ടുണ്ട്. അതുപോലെ ആനിവേഴ്സറി കേക്ക് കൊണ്ടുപോയപ്പോൾ അവർ ഫുൾ റെഡിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൂടുതൽ ചിരി വന്ന കാര്യം വേറെ ഒന്നുമല്ല, ഈ റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ ക്രീമിൽ ഇവർ കളർ കൊടുത്തപ്പോഴാണ് അവരെ കയ്യിലും വായിലും പറ്റിയത്. അതേസമയം തന്നെ ആ കേക്കിൻ്റെ സ്പഞ്ചിൽ നമ്മൾ എത്രത്തോളം റെഡ് കളർ കൊടുത്തിട്ടാണ് ആ കേക്ക് അവർ അകത്താക്കുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പം അതിൻ്റെ സ്പഞ്ച് മുതലേ നമ്മൾ ആ റെഡ് കളർ ചേർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോലും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മൾ ബേക്കിംഗ് പഠിച്ച ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒഴിക്കുന്ന കളറിൻ്റെ ആ ഒരു ഇതാലോചിച്ചപ്പോൾ പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണോ, അത് സ്പഞ്ചിലായതുകൊണ്ട് തന്നെ നമ്മളെ വയറ്റിലേക്ക് എത്തും. പക്ഷേ നമ്മൾ കൈമലോ എവിടെ വായലൊന്നും നമ്മളെ കളർ ആവുമൊന്നുമില്ല. പക്ഷേ ക്രീമിൽ ചെയ്താൽ നമ്മൾക്ക് അതിൻ്റെ കളറ് കൈമലൊക്കെ ആവും. അത് ശരി തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ ബോർഡർ ആണെങ്കിൽ പോലും നമ്മൾ കസ്റ്റമറുടെ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.